ഇത് ഈദിൻ്റെ തലേദിവസം എടുത്ത വ്ളോഗാണ്. ഓൾറെഡി ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് എൻ്റെ ടേബിൾ നല്ല മെസ്സായി കിടക്കായിരുന്നു. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത വീട്ടിലൊക്കെ വീട് പണി നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല പൊടിയുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. ഞാൻ ലാപ്പിൻ്റെ മേലെ നല്ല പൊടിയുണ്ടായപ്പോൾ അത് ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ചന്ദ്രമേ സീരിയൽ പോലെ ആയിരിക്കുന്നു. ലാപ്പിൻ്റെ മേലൊക്കെ ഞാൻ എന്തിനാണ് തുടച്ചതെന്ന് എനിക്കറിയില്ല. നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ 3-4 ദിവസമായിട്ട് തലവേദനയാണോ ചെവി വേദനയാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒന്നായിട്ട് സൗണ്ടൊക്കെ പോയി എന്തോ പോലെ അയക്കുന്നു. ഞാൻ ഇതിൻ്റെ മുന്നത്തെ ഒരു വ്ളോഗിൽ കോളേജിലെ ഫീസ് സ്ട്രക്ചർ ചോദിച്ച സമയത്ത് ഞാനത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓൾറെഡി എക്സാം കഴിഞ്ഞ് അഡ്മിഷൻ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ നോർമലി എല്ലാ കോളേജസും റേറ്റ് കൂട്ടാറുണ്ട്. പിന്നെ രാവിലെ പറഞ്ഞാൽ 7 മണി, സാധാരണ ഞാൻ 7 മണിയൊന്നും കാണാത്ത ആളാണ്. രാവിലെ തന്നെ എണീറ്റ് ഞാൻ പോകാനുള്ളത് കൊണ്ടാണ്. പിന്നെ സ്കിൻ കെയർ എനിക്കിപ്പോൾ നല്ല മടിയാണ് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ. വലിയ അഞ്ചത്തിന് ട്യൂഷന് ചേർത്താണ്ടായിരുന്നു. ഞാൻ പഠിച്ചു കൊടുത്താൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയാലും എന്തായാലും അറിയും. പക്ഷെ അല്ല കേട്ടോ, 6 വർഷമായി എന്നിട്ട് ഓൾക്ക് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് സാധനം മേടിക്കാണ്ട് പഠിച്ചോനെ മാർക്കറ്റിൽ പോയിട്ട് ഇമാതിരി സ്മെല്ല്. രാവിലെ തന്നെ സ്മെല്ലടിച്ചിട്ട് എന്തൊക്കെയോ ആവുക. അവിടുന്ന് സാധനം വാങ്ങിച്ച് പെരുന്നാക്കേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വന്നപ്പോൾ എനിക്ക് ഓർമ്മ എൻ്റെ ഡ്രസ്സ് അടിക്കാൻ കൊടുത്തിട്ടില്ല, അതടിച്ചിട്ടില്ല, അതിലേക്ക് ഷാൾ വാങ്ങിച്ചില്ല. അതൊക്കെ പോയി വാങ്ങിച്ച് ഡ്രസ്സ് അടിക്കാൻ കൊടുത്തപ്പോൾ ഒരു പറഞ്ഞാൽ എന്തായാലും അടിച്ച് കിട്ടൂല കാരണം എനിക്ക് ഷേപ്പ് ചെയ്യാനുള്ളൂ. പിന്നെ എന്തായാലും വീട്ടിൽ വന്നിട്ട് ചെയ്യാൻ വിചാരിച്ച്. എനിക്കാണെങ്കിൽ 3-4 ദിവസമായിട്ട് ഞാൻ ഫുള്ള് പുറത്താണ്. 2-3 ദിവസമായിട്ട് ഫുള്ള് കോഴിക്കോടാണ്. പിന്നെ മഴക്കാലം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ മെനിയാന്നൊക്കെ നല്ല കുത്തുന്ന വെയിലായിട്ട് മുഖമൊക്കെ എന്തോ പോലെ. അങ്ങനെ ഒരു മാസ്ക് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, മീൻസ് അരിപ്പൊടിയും തേനും കൂടെ മിക്സ് ചെയ്തിട്ടിട്ട്. പിന്നെ നാളത്തേക്കുള്ള ഫുഡ് അധികവും ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പം അതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ച് പിന്നെ രാത്രി കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഫേസ് പോലെ മര്യാദക്ക് വാഷ് ചെയ്തില്ല, വെള്ളം കൊണ്ട് വാഷ് ചെയ്തും കണ്ട് അതിൽ മോയ്സ്ചറൈസറും ലിപ് ബാമും. ഞാനത് രണ്ടും മാത്രമേ അധികവും രാത്രി സമയങ്ങളിൽ ഇടാറുള്ളൂ. പിന്നെ വൈകിട്ട് പോയിട്ട് ഞാൻ മൈലാഞ്ചി ഇട്ട് ഉമ്മൻ്റെ വീട്ടിൽ പോയിട്ടായിരുന്നു മൈലാഞ്ചി ഇട്ടുണ്ടായത്. അപ്പോൾ എല്ലാവരും ഈദൊക്കെ അടിച്ച് പൊളിക്കുക. എല്ലാവർക്കും ഈദ് മുബാറക്ക്.